കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പുറത്തു പ്രചരിപ്പിക്കുന്ന വെന്റിലേറ്ററിലാണ് എന്നൊരു അഭിപ്രായം പ്രതിപക്ഷവും ഒപ്പം തന്നെ അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങൾ ആരോഗ്യമന്ത്രി എന്നൊരു വ്യക്തിയോടുള്ള വ്യക്തിവിരോധം കൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആശുപത്രികളിൽ സംഭവിച്ചു പോകുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്തുയർത്തിക്കാട്ടി കേരളത്തിന്റെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു എന്നാണ് പ്രചരണം. ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതും നിങ്ങൾ കേൾക്കേണ്ടതും അനുഭവസ്ഥരിലൂടെയാണ്. അല്ലെങ്കിൽ PR പണിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാലോ. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പ്രതികരണമാണ്. ഒരു പൊതുവേദിയിൽ ഒരു സ്ത്രീ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അല്ലെങ്കിൽ സംവിധാനങ്ങൾ എത്രമാത്രം പൊതുജനങ്ങൾക്ക് ഗുണകരമാണെന്ന് തൻ്റെ വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളുടെ അനുഭവത്തെ മുൻനിർത്തി പരസ്യമായി പറയുന്നുണ്ട്. നാട് കേൾക്കണം, വിലയിരുത്തണം. മറ്റുള്ള ഇടങ്ങളിൽ, അതായത് കേരളം മാറ്റിവെച്ച് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്തു പോയി ജീവിച്ച മറ്റേത് മനുഷ്യരെടുത്ത് വേണമെങ്കിലും കേരളം ഇന്ന് പൊതുജന ആരോഗ്യ രംഗത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇത്രയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അതിൻ്റെ ഗുണഫലം എന്താണെന്ന് ഈ പ്രതികരണം നിങ്ങളെ ബോധ്യപ്പെടുത്തും. എൻ്റെ അനിയത്തി ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ നാത്തൂൻ ഭർത്താവിൻ്റെ സഹോദരി അമേരിക്കയിലാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം കൂടി ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. എൻ്റെ അനിയത്തി ഒരു ദിവസം ജർമ്മനിയിൽ വെച്ചിട്ട് കുളിമുറിയിൽ ബോധരഹിതയായി വീണിട്ട് അവളുടെ ഭർത്താവ് അവളെ ബെഡിലൊക്കെ കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് ഇവർ ആശുപത്രിയിലേക്ക് ഡയൽ ചെയ്യാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ബോധമില്ല, കുറച്ചു വെള്ളമൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് ബോധം വന്നു, വെള്ളം കുടിച്ചു. അപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് പറയുകയാണ്, ജർമ്മനിയിലാണ്, ശരി, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് 2-ാം മാസത്തിൽ, വിളിച്ചതിന്റെ 2-ാം മാസത്തിൽ, ഈ ബോധരഹിതയിൽ ഇപ്പം ബോധം വന്ന് കിടന്ന ആൾക്ക് 2-ാം മാസത്തിൽ നിങ്ങൾക്ക് വന്നിട്ട് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഡോക്ടറെ കാണാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ഒരു എന്താ പറയുക, ബോധരഹിത പോയിട്ട് ഒരു തലയ്ക്കൊരു ചെറിയ ഇടിപ്പുണ്ടെങ്കിൽ, ഒരു കനം തോന്നിയാൽ നമ്മൾ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏറ്റവും അടുത്ത് ചിലപ്പോൾ പബ്ലിക് ഹെൽത്ത് സെന്ററിലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ജില്ലാ ആശുപത്രിയിലായിരിക്കും പോകുന്നു, ഡോക്ടറെ കാണുന്നു. 1 മണിക്കൂറിനുള്ളിൽ 45 മിനിറ്റിനുള്ളിൽ നമ്മൾ മരുന്ന് വാങ്ങി തിരിച്ചു വരുന്നു. ഞാൻ എൻ്റെ നാത്തൂന്റെ ഭർത്താവിന് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് ഒരു ചെറിയ നെഞ്ച് വേദന ഉണ്ടാകുന്നു. ഒരു രാത്രി 2 മണിക്കാണ് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. അപ്പൊ പുള്ളിക്കാരനൊരു ഹൃദയ സംബന്ധമായ അസുഖം നേരത്തെ വന്നതുകൊണ്ട് അദ്ദേഹം ഒന്ന് ആശങ്കാകുലനായി അദ്ദേഹത്തെ തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നു. ഏതാണ്ട് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഇത് നോക്കുന്നു, ECG നോക്കുന്നു, കുഴപ്പമില്ല, അത് എന്തോ ഗ്യാസ് ട്രബിൾ ആണെന്ന് പറയുന്നു. ഏതാണ്ട് 140 രൂപ 150 രൂപ ECG എടുത്തതിന് കൊടുക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ അദ്ദേഹം കൂടി പറയുകയാണ്, അവിടെ എന്തോ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ആളാണ്, ഒരു സംശയമില്ല, എനിക്കൊരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു വരണം, എൻ്റെ കടമൊക്കെ തീർത്തിട്ട് തിരിച്ച് കേരളത്തിൽ വന്ന് കോഴിക്കോട് വന്ന് താമസിക്കണം എന്ന് അദ്ദേഹം പറയണം. ഈ ഒരൊറ്റ സംഭവം കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ മെഡിക്കൽ സൗകര്യങ്ങൾ, നമ്മളിപ്പോൾ പറയുന്നത് എന്താ, നമ്മുടെ ആശുപത്രി സംവിധാനത്തെ കുറിച്ച് ഇവിടെ സിസ്റ്റം തകർന്നു പോയെന്നൊന്നുമല്ല, ഞാൻ വിചാരിക്കുന്നില്ല ഒരു സിസ്റ്റം തകർന്നു പോയിട്ടില്ല. നമുക്ക് അത്രയും സൗകര്യങ്ങളുണ്ട്, ആ സൗകര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു അത്യാസനയിൽ കിടന്ന നിലയിലുണ്ടായിരുന്ന ഒരു രോഗി ചിലപ്പോൾ മരിച്ചു പോകുന്നുണ്ടാകാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, കോടിക്കണക്കിന് മനുഷ്യർ വരുന്ന നമ്മളൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഏറ്റവും അടുത്ത്, നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് ചേർന്ന ആശുപത്രികൾ ഉണ്ടാവുകയും നമുക്ക് കാണാൻ പാകത്തിന് ഡോക്ടർമാരുണ്ടാവുകയും ഒരു ആരോഗ്യ സംവിധാനം, നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, നമുക്ക് കറണ്ടിൽ കട്ടില്ലാതെ നമുക്ക് TV കാണാനോ വീടിനകത്തിരിക്കാനോ പുറത്തിരിക്കാനോ ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ, എനിക്ക് തോന്നുന്നു ഇത് ലോകത്ത് എവിടെ പോയിട്ട് അനുഭവിക്കാനാകും കോടിക്കണക്കിന് വരുന്ന ഈ ജനങ്ങൾക്ക് ഈ സൗകര്യം. അമേരിക്കയിലെയും ജർമ്മനിയിലെയും അവസ്ഥയാണ്. ഇവിടെ നമ്മൾ ഒരു ചെറിയ പനി വന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകും. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആശുപത്രികൾ നിങ്ങൾ നോക്കൂ. മുൻപ് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ പൂട്ടിപ്പോയിരുന്ന ചെറിയ കെട്ടിടങ്ങളാണ്. ഇന്നോ വൈകുന്നേരം 6 മണി വരെ ഡോക്ടർമാർ ഉണ്ടാകുന്ന കിടത്തി ചികിത്സയുള്ള ഇടങ്ങളാക്കി അതിനെ മാറ്റി. ചെറിയ ഇടപെടലാണ്. അത്യാവശ്യം വന്നാൽ കേവലം 5-10 രൂപ ചെലവാക്കിയാൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകാം, ഡോക്ടറെ കാണാം, സൗജന്യമായി മരുന്ന് മേടിക്കാം, നിങ്ങളുടെ അസുഖത്തിന് അതോടുകൂടി ഒരു ശാശ്വത പരിഹാരം നേടാം. മറ്റുള്ള ഇടങ്ങളിൽ, ജർമ്മനിയിലെ അനുഭവമാണ് പറഞ്ഞത്, ബോധരഹിതയായി വീണ ആൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് 2 മാസത്തിന് ശേഷം. അതിനു മുന്നേ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് അവിടുത്തെ ആരോഗ്യ മേഖല ഉത്തരവാദികളെ അല്ല. വിദേശത്തിരുന്നു കൊണ്ട് ഈ നാടിനെ ഇകഴ്ത്താൻ വേണ്ടി, ഈ നാടിൻ്റെ ഭരണ സംവിധാനങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കാൻ, അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം തകർക്കാൻ വേണ്ടി ചില സംഘടിത വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് ഇതുപോലുള്ള അനുഭവം കേട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ള ഇടങ്ങളിൽ ചെന്ന് അകപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് മതിയായ ചികിത്സ സമയത്ത് പോലും ലഭ്യമാകാതിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ മനുഷ്യരുടെ ആരോഗ്യം. അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ സകലതിനെയും മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയിട്ടുണ്ട്.
പരിപൂർണ തോതിൽ മാറിയെന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ മാറ്റം ദൃശ്യമാണ്. അതിൻ്റെ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിൽ പോകാൻ മടിച്ചിരുന്നവർ വരെ ഇന്നിപ്പോൾ പോകാൻ തയ്യാറാകുന്നുണ്ട്. എന്തുകൊണ്ട്? അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വീഴ്ചകൾ സംഭവിക്കുമെന്ന്. പ്രവർത്തിക്കുന്നത് മനുഷ്യരാണ്. പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിപ്പോകും. ആ തെറ്റുകളെ വാർത്താ വിസ്ഫോടനം എന്ന രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് ആ സിസ്റ്റത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അനുഭവസ്ഥർ പറയുന്നതെന്ന് ജനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ കാട്ടിത്തന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഓർത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാ കാലത്തും അഭിമാനിക്കാൻ തക്ക വകയുണ്ടാക്കുന്നതാണ് 10 വർഷത്തെ ഭരണ നേട്ടങ്ങളിൽ ഒന്നെന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഈ ഭരണം തുടരണമെന്ന് ആവർത്തിച്ച് പറയുന്നത്.